പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാതലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഗമന കാലം മൂന്നാം ഞായറാഴ്ച വളരെ പ്രത്യേകമായിട്ട് സന്തോഷിക്കുവാൻ നമ്മളെ ക്ഷണിക്കുകയാണ്, ആനന്ദിക്കുവാനായിട്ട് നമ്മളെ ക്ഷണിക്കുകയാണ്. ആഗമനകാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച ഗൗദേത്തെ സൺഡേ എന്നാണ് അറിയപ്പെടുന്നത്. ഗൗദേത്തെ എന്നത് ലാറ്റിൻ പദമാണ്. അതിൻ്റെ അർത്ഥം ആനന്ദിക്കുക, സന്തോഷിക്കുക എന്നതാണ്. കാരണം നമ്മുടെ രക്ഷ ആഗതമാകയാൽ നമ്മൾ സന്തോഷിക്കണം. നമ്മുടെ രക്ഷകൻ്റെ ജനനം തിരുപ്പിറവി അടുത്ത് എത്തിയിരിക്കുന്നു. ആയതിനാൽ നമ്മൾ ആനന്ദിക്കണം, നമ്മൾ ആഘോഷിക്കണം. ഇന്നത്തെ ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സന്തോഷിക്കുവാനായിട്ടുള്ള സഭയുടെ ആഹ്വാനം, ആനന്ദിക്കുവാനായിട്ടുള്ള സഭയുടെ ക്ഷണം ഇന്ന് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ സന്തോഷിക്കുവാനായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ? ഇന്ന് നിരവധി സ്ഥലങ്ങളിൽ യുദ്ധങ്ങൾ അരങ്ങേറുന്നു. നിരുത്തരവാദിത്വം മൂലം വിമതർ സർക്കാരുകളെ അട്ടിമറിക്കുന്നു. ഭീകരവാദികൾ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനം മൂലം പ്രകൃതി ദുരിതങ്ങൾ ഒരു തുടർ കഥയാകുന്നു. സഹിഷ്ണുത നഷ്ടപ്പെട്ട മനുഷ്യർ കൊച്ചു കാര്യങ്ങൾക്ക് പോലും കൊലപാതകങ്ങൾ നടത്തുന്നു. ചില മത നേതാക്കളുടെ ദുർമാതൃക വിശ്വാസികൾക്ക് ഉതുപ്പ് നൽകുന്നു. ഉറ്റ സുഹൃത്തുക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഒറ്റപ്പെടുത്തലുകളും വഞ്ചനയും നേരിടേണ്ടി വരുന്നു. സാമ്പത്തികമായിട്ടുള്ള വെല്ലുവിളികളും തകർച്ചകളും ജീവിതത്തെ വേട്ടയാടുന്നു. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾക്ക് നടുവിൽ എങ്ങനെയാണ് മനുഷ്യർക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കുക, ആനന്ദിക്കുവാനായിട്ട് സാധിക്കുക? ഇങ്ങനെയുള്ള ജീവിത പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ പോലും ആഘോഷിക്കുവാൻ, ആനന്ദിക്കുവാൻ, സന്തോഷിക്കുവാനായിട്ടുള്ള ആഹ്വാനമാണ് സഭ ഇന്ന് നമുക്ക് നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാരണം, മൂലകാരണം രക്ഷകൻ്റെ പിറവിയാണ്. പിറവി അടുത്ത് എത്തിയിരിക്കുന്നുള്ള സന്തോഷ വാർത്തയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് ഉപരിയായിട്ട്, മുകളിലായിട്ട് we have a big God then a big problems. അതായത് വലിയ പ്രശ്നങ്ങൾക്ക് ഉപരിയായിട്ട് നമുക്ക് വലിയൊരു ദൈവമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ സന്തോഷിക്കണം, ആനന്ദിക്കണം, ആഘോഷിക്കണം. അങ്ങനെയുള്ള ആഹ്വാനമാണ്, സന്ദേശമാണ് ഇന്നത്തെ എല്ലാ വായനകളും നമുക്ക് നൽകുന്നത്. ഇന്നത്തെ ഒന്നാമത്തെ വായന നമുക്ക് നൽകുന്ന ആഹ്വാനം ആനന്ദിക്കുവാനാണ്. നമ്മൾ വചനത്തിൽ വായിച്ചു കേൾക്കുന്ന സെഫനയ 3-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വചനങ്ങളിൽ, നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു, നിൻ്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു. സിയോൻ പുത്രി ആനന്ദഗാനം ആലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക, ജെറുസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ച് ഉല്ലസിക്കുക. ഒന്നാം വായന പ്രവചനത്തിൻ്റെതാണ്. വരാനിരിക്കുന്ന നല്ല കാലത്തിൻ്റെ പ്രവചനത്താൽ സിയോൻ പുത്രിയോട് ആനന്ദിക്കുവാനായിട്ട് പറയുകയാണ്. എന്നാൽ ഈ പ്രവചനത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഒത്തിരി വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകനായിട്ടുള്ള സഫാനിയ ജീവിച്ചിരുന്നത്. ഇസ്രായേലിൽ എല്ലായിടത്തും അഴിമതി നിറഞ്ഞിരുന്നു. ജെറുസലേമിൽ രാജാക്കന്മാരും പ്രവാചകന്മാരും ന്യായാധിപന്മാരും എല്ലാം അഴിമതി നിറഞ്ഞൊരു ജീവിതമാണ് നയിച്ചിരുന്നത്. ദുഷിച്ച ജനമാകട്ടെ അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോയി തങ്ങളുടെ ദൈവത്തെ ഒറ്റിക്കൊടുത്തു. മാത്രമല്ല വളരെ അധാർമികതയിലും ജീവിച്ച്, എന്നിട്ട് പോലും ദൈവം നൽകുവാൻ പോകുന്ന നല്ല നാളുകളെക്കുറിച്ച് പ്രവചിച്ചുകൊണ്ട് സന്തോഷിക്കുവാനുള്ള ആഹ്വാനമാണ് പ്രവാചകൻ നൽകുന്നത്. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കർത്താവിൽ ആനന്ദിക്കുവാൻ, സന്തോഷിക്കുവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് പൗലോസ് അപ്പോസ്തലൻ അനുഭവിച്ചറിഞ്ഞ ഒരു സന്തോഷമാണ്, ആനന്ദമാണ്. ഫിലിപ്പിയർ 4:4 നമ്മൾ വായിക്കുന്നു, നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഓർക്കുക, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഈ പ്രബോധനം നൽകുന്നത് തടവറയിൽ നിന്നുമാണ്. ഇപ്രകാരമുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നുമാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ സന്തോഷിക്കുവാൻ, ആനന്ദിക്കുവാൻ നമ്മളോട് പറയുന്നത്. പീഡനവും വേദനയും നിറഞ്ഞ അവസ്ഥയിലും ദൈവത്തിൽ സന്തോഷിക്കുവാൻ, ആനന്ദിക്കുവാനായിട്ട് പൗലോസ് അപ്പോസ്തലന് സാധിച്ചു.
നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളിലും രോഗപീഠകളിലും സഹനങ്ങളിലും ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിലും ഇവിടെയെല്ലാം സന്തോഷിക്കുവാനായിട്ട് ആനന്ദിക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണിതെന്ന് പലർക്കും തോന്നിയേക്കാം. എന്നാൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതായത് ദിവ്യ രക്ഷകൻ്റെ പിറവി നൽകുന്ന ഒരു ആത്മധൈര്യമാണ്. അത് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനായിട്ടുള്ള കരുത്ത്, ജീവിതത്തിൻ്റെ എല്ലാ വേദനകളെയും നേരിടുവാനായിട്ടുള്ള ശക്തി നമുക്ക് നൽകും. മറ്റൊരിക്കൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 1 തെസ്സലോനിക്ക 5:16 മുതൽ 18 വരെയുള്ള വചനത്തിൽ, എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ചുരുക്കി പറഞ്ഞാൽ ദിവ്യരക്ഷകൻ്റെ പിറവി നൽകുന്ന സന്തോഷമാണത്. ഈ സന്തോഷത്തിൽ പങ്കുചേരുവാനായിട്ടുള്ള ക്ഷണമാണ് അപ്പോസ്തലൻ നമുക്ക് എല്ലാവർക്കും നൽകുന്നത്. തുടർന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ ചിലതൊക്കെ വേണ്ടെന്ന് വെച്ച് യഥാർത്ഥ ആനന്ദത്തിലേക്ക്, സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മളെ ക്ഷണിക്കുകയാണ്. വചനത്തിൽ നമ്മൾ കാണുകയാണ്, ജനങ്ങൾ സ്നാപകനോട് ഉപദേശം തേടുകയാണ്. ലൂക്ക 3:10 മുതൽ 13 വരെയുള്ള വചനത്തിൽ നമ്മൾ പ്രകാരം വായിക്കുകയാണ്. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, 2 ഉടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കുവാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചതിൽ കൂടുതൽ ഈടാക്കരുത്. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. പ്രിയപ്പെട്ടവർ, ഇവിടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, സ്നാപക യോഹന്നാൻ ഒരിക്കലും അവരോട് അവർ തുടർന്നുകൊണ്ടിരിക്കുന്ന ജോലി അഥവാ തൊഴിലത് ചെയ്യരുത് എന്നോ മറ്റു ജോലി ചെയ്യുവാനൊന്നും ആവശ്യപ്പെടുന്നില്ല. മറിച്ച് സ്നാപകൻ ആവശ്യപ്പെട്ടത് അവർ ചെയ്യുന്ന ജോലി നീതിയോടുകൂടി ചെയ്യുവാൻ, സത്യസന്ധമായിട്ട് ചെയ്യുവാൻ, സ്നേഹത്തോടുകൂടി ചെയ്യുവാനാണ് ആവശ്യപ്പെട്ടത്. അതായത് അവർ ആയിരിക്കുന്ന പ്രവർത്തന മേഖലയിൽ 100% വിശ്വസ്തയോടുകൂടെ പ്രവർത്തിക്കുവാനാണ് ആവശ്യപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ആഗമനകാലത്തിലെ 3-ാം ഞായറാഴ്ച തിരുസഭ നമ്മളെ ക്ഷണിക്കുകയാണ്. ചിലതൊക്കെ വേണ്ടെന്ന് വെച്ച് ചില കാര്യങ്ങൾ 100% വിശ്വസ്തയോടുകൂടി ചെയ്തുകൊണ്ട്, നീതിയോടുകൂടെ, സത്യസന്ധതയോടുകൂടെ, സ്നേഹത്തോടുകൂടി ചെയ്തുകൊണ്ട് യഥാർത്ഥ ആനന്ദത്തിലേക്ക്, സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ. അതിനായി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളോട് നോ പറയുവാൻ, അതായത് ഒരു ബിഗ് നോ പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതായത് ഉണ്ണീശോയ്ക്ക് ഇഷ്ടമില്ലാത്ത തിന്മകളോട്, പാപ സാഹചര്യങ്ങളോട്, അശുദ്ധി നിറഞ്ഞ പ്രവൃത്തികളോട് ഒരു ബിഗ് നോ പറയുവാൻ നമ്മൾ തയ്യാറാകണം. ഒപ്പം നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ, ജീവിത അന്തസ്സിൽ, നമ്മുടെ കർമ്മമണ്ഡലത്തിൽ, ജോലി മേഖലയിൽ, അവിടെയെല്ലാം 100% വിശ്വസ്തയോടുകൂടെ പ്രവർത്തിക്കുവാൻ, നീതിയോടുകൂടെ പ്രവർത്തിക്കുവാൻ, സത്യസന്ധതയോടുകൂടെ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളോട് ഒരു ബിഗ് നോ പറഞ്ഞുകൊണ്ട്, 100% വിശ്വസ്തയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട്, നീതിയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട്, സത്യസന്ധതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള ആനന്ദത്തിലേക്ക്, യഥാർത്ഥമായിട്ടുള്ള സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഒപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളിലും, രോഗപീഠകളിലും, സഹനങ്ങളിലും, ദുഃഖങ്ങളിലും, ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിലും ഇവിടെയെല്ലാം സന്തോഷിക്കുവാൻ, ആനന്ദിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ഉണ്ണീശോയ്ക്ക് പുൽക്കൂടൊരുക്കുവാൻ ആഗമനകാലത്തിലെ സന്തോഷത്തിൻ്റെ ഈ ഞായറാഴ്ച നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ.